ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളക്ക് പകരം ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അരഞ്ഞു പോകാൻ പാടില്ല, ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ അട ചെയ്തെടുക്കാൻ വേണ്ടി 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ചൂടുവെള്ളത്തിലും കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കുഴച്ചെടുക്കാനുള്ള വെള്ളത്തിൻ്റെ അളവ് നിങ്ങളെടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് മാറ്റം വരാം. അതുകൊണ്ടാണ് വെള്ളം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നത്. ഇനി അട ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുഴച്ച് വെച്ച മാവ് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്കൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. അടുത്തതും ഇതുപോലെ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ. ഇനി ഇതൊന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലേക്കാണ് വെച്ച് കൊടുത്തത്. ഇനി ഇതൊന്ന് കുക്കായി വരണം. ഇവിടെ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.